ഹലോ, ഏർലി മോർണിംഗ് മൈ ലൈഫാണ്. ഇന്ന് നേരത്തെ ഓഫീസിൽ പോകണം, അതുകൊണ്ട് നേരത്തേക്ക് എണീറ്റു. തലേദിവസം അരച്ച് വെച്ച് നമ്മുടെ ദോശമാവ് നല്ലപോലെ പൊങ്ങി തുളുമ്പി പോയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണല്ലേ. പിന്നെ നമുക്കിത് മുട്ട പുഴുങ്ങണം. പിന്നെ ദോശയ്ക്ക് ഉരുളൻകിഴങ്ങ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കറിൽ ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുണ്ട്. അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നന്നാക്കിയെടുത്ത വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം നല്ലപോലെ ചതച്ചങ്ങോട്ട് എടുക്കാം. വല്ല കറിയൊന്നും വെക്കാൻ എനിക്കറിയില്ല, എന്നാലും ഈ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. പിന്നെ ഇതാ ഉച്ചത്തേക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി അച്ചിങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ കിടക്കുന്നത് വേകുന്ന ടൈം കൊണ്ട് ഞാൻ ക്യാരറ്റും കുക്കുംബറും അരിഞ്ഞ് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 ദോശയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകുന്നില്ല, ഏർലി മോർണിംഗ് തന്നെ പോകുന്നതുകൊണ്ട് ഓഫീസിൽ ചെന്നിട്ടേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 2 ദോശ ഉണ്ടാക്കി പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഏർലി മോർണിംഗ് തന്നെ ആയതുകൊണ്ട് ചോറ് കാലമായിട്ടുണ്ടായില്ല, തീ കത്തിപ്പിടിപ്പിക്കുന്നേ ഉള്ളൂ അരിയിടാൻ വേണ്ടിയിട്ട്. 2 ചപ്പാത്തി ഉച്ചത്തേക്ക് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങിയ ചപ്പാത്തി ആട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളൻ കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. റെഡിയായല്ല, വെന്തിട്ടുണ്ട്. നമുക്കിനി അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. പാൻ ചൂടായി, വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞ് കടുകിട്ട് ചതിച്ച് വെച്ച നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മൊരിയിച്ചിട്ട് നമ്മുടെ വെന്ത ഉരുളൻകിഴങ്ങ് ഇടുക, ഒന്ന് മിക്സ് ചെയ്യുക. മുകളിൽ കറിവേപ്പിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറി വെച്ച് കഴിഞ്ഞു. ഒന്നെല്ലാം ട്രൈ ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ. പിന്നെ രാവിലെ തന്നെ ഞാൻ സ്മൂത്തി കഴിക്കുന്നുണ്ട്. അതിനായിട്ട് റാഗി എടുത്തൊന്ന് ജസ്റ്റ് കുറുക്കിയിട്ട് അതിലേക്ക് ചിയാ സീഡ് തലേദിവസം കുതിർത്തി വെച്ചതും റോബസ്റ്റ് പഴവും പിന്നെ ടോണ്ട് മിൽക്കും 2 ഡേറ്റ്സും ചേർത്തിട്ട് ഒരു ചെറിയൊരു സ്മൂത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ പോകുമ്പോൾ അത് കുടിച്ചിട്ട് പോകും. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കൊണ്ടുപോകാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ കൊണ്ടുപോകാനായിട്ട് 2 ബോയിൽഡ് എഗ്ഗ് എടുക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ട തൈര് ഉപ്പിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൊണ്ടുപോകാനുള്ള ബാഗിലേക്ക് മാറ്റാം. ദോശ, ചപ്പാത്തി, തൈര്, ബോയിൽഡ് എഗ്ഗ്. ചപ്പാത്തിക്കും ദോശയ്ക്കും ആ ഒരു കറി മാത്രം എടുക്കുന്നുള്ളൂ. പിന്നെ കുക്കുംബറും ക്യാരറ്റും സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് എടുക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി വാട്ടർ ബോട്ടിലും കൂടി എടുക്കുന്നുണ്ട്. ഉണ്ടാക്കി വെച്ച സ്മൂത്തിയും കഴിച്ചിട്ട് ഞാൻ പോവാണ്. ടാറ്റാ.